ഷർട്ടിടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് എന്റെ അനന്തുമോനെയാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം അനന്തുമോനെ, എന്നാലും ഞാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അവന് 75% ഫിസിക്കലി ഡിസേബിൾഡ് ആണ്. 2 കാലും 2 കൈയിനും അവന് പ്രശ്നമുണ്ട്. അതായത് തലയ്ക്ക് കീഴ്പ്പെട്ട് മൊത്തം അവന് ഇഷ്യൂ ആണ്. ഇപ്പൊ നല്ല നട്ടലിന് വളവുണ്ട്, സ്കോളിയോസിസ് ഉണ്ട്. ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കാൻ ഇവനെ സംബന്ധിച്ച് പറ്റില്ല. സാധാരണ ഒരു സ്കോളിയോസിസ് ആണെങ്കിൽ നേരെയാക്കാൻ പറ്റും, പക്ഷെ ഇവന് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിൽക്കാനൊന്നും പറ്റില്ല. ഈ 2 കാലും അടങ്ങില്ല, ജന്മന തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ 2 കൈ ഇതേപോലെ തന്നെയാണ് അവൻ്റെതായ. ഒരു കൈ ഇത്രേ ഉണ്ടാവുള്ളൂ, മറ്റേ കൈ ഇത്രേ ആവുള്ളൂ. അപ്പോൾ കൈ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ആ കൂടി ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ടാബ് ഇരിക്കേണ്ട അതിൽ പഠിക്കണം. അത് ഈ മൂക്കൊണ്ടാണ് അവനത് ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുക. വായതൊക്കെ ബദാമിൻ്റെ കഴിച്ചതൊക്കെ കൂടി ഇരിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിക്കലി ഡിഫറെൻറ്റോ അല്ലെങ്കിൽ മെൻ്റലിയോ അല്ലെങ്കിൽ ഓട്ടിസോ ഇങ്ങനെയുള്ള കുട്ടികളാവട്ടെ, സുഖമില്ലാത്ത കുട്ടികൾ നമുക്ക് ഒരിക്കലും ഒരു ഭാരമല്ല. ഞാൻ തുടക്കത്തിൽ ഇവനെ വെച്ച് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവൻ ജനിച്ച ഉടനെയൊക്കെ കമൺ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഇതിങ്ങനെ വരും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇരുത്തും. അപ്പോൾ മോനെ സംബന്ധിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കട്ടെ. കാരണം എന്താണെന്നറിയോ, അവന് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടേ, ഇന്നിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാൻ പോവാ ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്കൊരു ഭാരമല്ല. എനിക്കൊരിക്കലും ഇങ്ങനെയുള്ള കുട്ടികൾ ഭാരമല്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ എൻ്റെ ശക്തിയും എൻ്റെ ഭാഗ്യവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൻ എന്നോട് ചോദിക്കും. മാത്രമല്ല അവൻ പറയും, എന്തിനാ വിഷമിക്കണേ, അവനൊന്നിനും പേടിയപ്പോൾ നാളെ എൻ്റെ കാലം കഴിയുമ്പോൾ അമ്മ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കണേ, അതൊക്കെ അതിൻ്റെ പാട്ടിന് നടന്നേക്കും എന്ന് പറയും. ഞാൻ കുറച്ച് തണ്ണിമത്തം കൊടുക്കണം. അവന് എനിക്കും കൂട്ടിയാണ് തണ്ണിമത്തം എടുത്തിരിക്കണേ. അപ്പോൾ തണ്ണിമത്തം കഴിച്ചോളൂ. മധുരം കേട്ടോ. എനിക്ക് കുറച്ച് കുറവാണ് നല്ല കഴിച്ചതിനായിട്ടും മധുരം ഉണ്ട്. കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഇവര് നമ്മുടെ ഭാഗ്യമാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിലും അവർക്ക് ഒരുപാട് കഴിവുകൾ ദൈവം വേറെ കൊടുക്കും. അതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. കുറേ നാൾ നമ്മൾ ക്ഷമയോടും സഹനശക്തിയോടും കാത്തിരുന്നാൽ മാത്രമാണ് അവരെല്ലാ ഒരു കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പം എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ പാട്ട് പാടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവനെ പാട്ട് പഠിപ്പിക്കാനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ എനിക്ക് ഇവൻ്റെ പഠിത്തം കണ്ടപ്പോൾ തന്നെ ഇവൻ അത്ര വലിയൊരു പാട്ടുകാരനാവാനുള്ള സാധ്യതയില്ല എന്നുള്ളത് എനിക്കും അവനും ഒരേപോലെ മനസ്സിലായപ്പോൾ ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാൻ നിർത്തി. സാർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ പറയുക കുഴപ്പമില്ല, അവൻ നന്നായി പഠിക്കുന്ന പറയാം. അവരെ സംബന്ധിച്ചത് വയ്യാത്ത കുട്ടിയാണ്, അവർക്ക് അവരുടെ കാശ് മാസം കിട്ടണം കറക്റ്റ് എന്നേ ഉള്ളൂ. അപ്പോൾ സ്വയം മനസ്സിലാക്കിയപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി പറയും, ഇവന് പാട്ടല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് വേറെ എന്തോ ആണ് പറഞ്ഞിരിക്കണേ എന്നുള്ളത്. എന്താണെന്ന് നമുക്കറിയില്ല. ഇവൻ ചെറുപ്പത്തിലൊക്കെ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അവനൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഓണം ഏത് ഡേറ്റിലാണ് വരിക എന്ന് പറയും. ക്രിസ്മസ് ഏത് ഡേറ്റ് അല്ല, ദിവസമാണെന്ന് പറയും. ആ ദിവസം ക്രിസ്മസ് 25-ാം തീയതി നമുക്ക് അറിയാം, പക്ഷെ അത് ഏത് ദിവസമാണെന്ന് പറയുമായിരുന്നു. ഒരു 5-6 കൊല്ലം മുന്നിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ കറക്റ്റ് ദിവസം പറയും. ഇവൻ്റെ പിറന്നാൾ എന്നാ പറയുന്നത് പറയും, ഞങ്ങളുടെയൊക്കെ പറയും. പക്ഷെ പിന്നീട് ആ ഒരു സംഭവം ഇല്ലാണ്ടായി. ഇപ്പം മാസങ്ങൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ അത് റിവേഴ്സ് ഓർഡറിലും അതിപ്പോഴും അറിയാം. നാളുകൾ മലയാള മാസം ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ റിവേഴ്സ് ഓർഡറിലും അല്ലാതെ അവൻ പറയും. പക്ഷെ അതൊന്നുമല്ലാതെ ഈ ഇവനിൽ എന്തോ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വരുന്നവരെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളോട് പറഞ്ഞു കണ്ടിട്ടില്ലേ, അപ്പുറത്തെ കുട്ടി അതേപോലെ പഠിക്കുന്നു, ഇപ്പുറത്തെ കുട്ടി ഇതേപോലെ പഠിക്കുന്നു, നീ അതേപോലെ ആവണം, നീ അതിനേക്കാട്ടിലും ഗംഭീരമാവണം. അത് കലകളിലായാലും യുവജനോത്സവമൊക്കെ വന്നാൽ നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷനാണ്. കലകളായാലും പഠിപ്പായാലും നമ്മുടെ മക്കളെ വല്ലാണ്ട് കമ്പൽ ചെയ്യും. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് ഇവരെ വല്ലാതെ ഇവർക്ക് നമ്മൾ സ്ട്രെസ് കൊടുക്കും. അതിന് ഒരിക്കലും പാടില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള വഴിക്കാണ് അവരെ വിടേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ വരെ ഞാനിപ്പോൾ അത് കാണുന്നുണ്ട്.
ഇപ്പം ചില ഓട്ടിസമുള്ള കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ സുകേഷ് കുട്ടൻ, പിന്നെ ഞാൻ അറിയാവുന്ന ഒരു പൂജ രമേശ്, വളരെ നന്നായി സുന്ദരമായി പാടുന്നൊരു മോളാണ്. അപ്പോൾ പൂജ നന്നായി പാടുമല്ലോ, നിനക്കെന്താ പാടിയ അല്ലേന്ന് വെച്ചാൽ ഞാൻ ഇവനെ ഒരിക്കലും നിർബന്ധിക്കലില്ല. ഞാൻ പറയും നിനക്ക് പൂജയെ പോലെ പാടാനായിട്ട്, പൂജ പെൺകുട്ടിയാണ് ആൺകുട്ടി എന്നുള്ളതല്ല, പക്ഷെ അതുപോലെ പറ്റിയാലും പൂജകൾക്ക് ദൈവം നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരമായി പാടുന്ന മോളാണ്, അവാർഡൊക്കെ കിട്ടിയായിരുന്നു എന്നാണ്. അപ്പം അതേപോലെ ഇവന് പറ്റില്ല. അപ്പം ഇവന് പറഞ്ഞിരിക്കുന്നത് വേറെ എന്താണ്. അപ്പം നമ്മളത് വെയിറ്റ് ചെയ്യണം. അത് നമ്മൾ നോർമൽ കുട്ടികളായാലും അസുഖമുള്ള കുട്ടികളായാലും നമ്മൾ വെയിറ്റ് ചെയ്യുക. അവരെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുട്ടികളെ ഒരിക്കലും നമ്മളിങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. ഞാൻ ആദ്യം ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പറയും ഒന്നുകൂടി നന്നായി പാടാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പിന്നെ എൻ്റെ ചേച്ചിയാണ്, നീ അവനെ നിർബന്ധിക്കേണ്ട, കാരണം അത് അവന് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളത്. അതോട് ഞാൻ നിർത്തി. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ ജീവിക്കുന്നത് ഒരു പോസിറ്റീവ് വൈബ്സിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70% ക്രെഡിറ്റും എൻ്റെ മോനാണ്. ബാക്കി എൻ്റെ ചേച്ചി, എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഇതിനെല്ലാം ഉപരി ഭഗവാന്റെ ഒരു സപ്പോർട്ട് വളരെ അധികമാണ് എനിക്ക്. ഞാൻ വിളിച്ചാൽ എനിക്ക് ആ സമയത്ത് എൻ്റെ വിഷമങ്ങൾ നീക്കി തരുന്ന എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഇതുകൊണ്ടൊക്കെ കൂടി ഞാൻ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഈശ്വരൻ്റെ വരദാനമാണ്. കളവോ കളങ്കോ കുശുമ്പോ അസൂയൊന്നും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾ ആണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കാതെ ഇങ്ങനത്തെ കുട്ടികളെ തന്നൂലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഇവർക്ക് വേണ്ടി, ഇവരാരോഗ്യത്തിന് വേണ്ടി, ഒരായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ വേണ്ടൂ. അപ്പം എല്ലാവർക്കും, എൻ്റെ മോനും എന്നെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും, എൻ്റെ എല്ലാ കൂട്ടുകാരോടും സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയല്ലേ. അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഓട്ടോമാറ്റിക്കലി ചെയ്യും. നമ്മൾ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതാണ് എനിക്ക് ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഇവൻ ഭഗവത്ഗീത ചെല്ലുമ്പോൾ, ഇവൻ ഭഗവത്ഗീത പഠിച്ചിട്ട് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനൊക്കെ പോയിട്ട് 4 സ്ഥാനമൊക്കെ കിട്ടിയിട്ടോ. നോർമൽ കുട്ടികളുടെ അടുത്ത് പോയി മത്സരിച്ചിട്ടാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതിന് പ്രൊനൗൺസിയേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ അക്ഷരങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് അവൻ 4 സ്ഥാനത്തേക്ക് പോയെന്ന് ജഡ്ജസ് പറഞ്ഞു. അല്ലാതെ ചെല്ലുന്നതോ അക്ഷരങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. ആ ഒരു ചെല്ലുന്ന പ്രൊനൗൺസിയേഷൻ്റെ ചെറിയൊരു വ്യത്യാസത്തിലാണ്, ചെറിയൊരു മാർക്ക്, 1-2 മാർക്കിനാണ് അവന് പ്രൈസ് പോയത്. എന്നാലും സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് 4 സമ്മാനം വാങ്ങുന്നത് വലിയൊരു കാര്യമാണല്ലോ. ഞാനൊക്കെ അത് അത്രയും വലിയ അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.